എനിക്ക് തോന്നിയൊരു സംശയം മാത്രമായിരുന്നു. പക്ഷേ അതെനിക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഈ ഫ്രണ്ട് മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ വൈഫിന് ഇതുപോലെ ക്യാൻവാസിങ്ങിന് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഒരു 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 പുരുഷനാണ്. ഈ പുരുഷൻ രാത്രിയൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എന്തുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നമസ്കാരം. ഹെർബ ലൈഫ് വെൽനസ് സെൻറ്റർ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ കാണാറുണ്ട്. എന്നാൽ ഈയിടെയായി ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഈ സ്ഥാപനത്തെക്കുറിച്ചും അതിലൂടെ വിതരണം ചെയ്യുന്ന എനർജി ഡ്രിങ്കിനെ കുറിച്ചുമൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അനീഷ് ദേവാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, ഇത് ഉപയോഗിച്ചവരുടെ സൈഡ് എഫക്ട്സ് എന്താണ്, അവർക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പറയും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. താങ്കളുടെ മേഖല ദന്തപരിപാലനമാണ്. അതെ. അതിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഹെർബ ലൈഫിനെ കുറിച്ച് അതിലേക്ക് ശ്രദ്ധിക്കാൻ കാരണം? അതായത് ഇപ്പം ക്ലിനിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി പേഷ്യൻസ് വരുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല നമുക്കും അറിയാവുന്ന ആൾക്കാരും നമ്മുടെ പേഷ്യൻസായിട്ട് വരുന്നൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടായിട്ടും അവരുടെ ഫാമിലി മൊത്തത്തിൽ അറിയാവുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ അതായത് ഞാൻ അപ്പോയിൻമെൻറ്റ്സ് പുള്ളിക്ക് കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഈ അടുത്തിടെയായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ക്ലിനിക്കിലോട്ട് വരാം എന്നാണ് പുള്ളി എന്നോട് ആദ്യം പറയുന്നത്. അത് അപ്പോയിൻമെൻറ്റ് കൊടുക്കാനായിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിക്കുമ്പം പറയുന്നൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഒരു വെൽനസ് സെൻറ്റർ എന്നാണ് പുള്ളി പറഞ്ഞത്, അതെന്താണ് അങ്ങനെ ഒരു സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ കുറച്ച് ജ്യൂസ് നമുക്ക് തരാറുണ്ട്, അപ്പം അതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും, പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഫ്രീ ടൈം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണെന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു ക്ലബ്ബ് മാതൃക എന്നുള്ള രീതിയിൽ, ഞാൻ പെട്ടെന്ന് നമ്മൾ ക്ലബ്ബ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലുള്ള രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളി എന്നെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഡോക്ടർ ക്ലിനിക്ക് കഴിഞ്ഞിട്ട് വെറുതെ നമുക്ക് അതുവരെ വരാം, അവിടെ നമുക്കൊരു സാറുണ്ട്, ഈ സാറിൻ്റെ അടുത്ത് സംസാരിക്കാം, വെറുതെ വന്നിട്ടൊന്ന് സംസാരിച്ചിട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലിനിക്കിൻ്റെ ടൈമിങ് പോലും 7:30 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം പിന്നെ നൈറ്റ് ടൈമായി, പിന്നെ നമുക്ക് വീട്ടിൽ പോയി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അപ്പോൾ ഒരു ദിവസം എന്നെ നന്നായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് പറഞ്ഞത്, അത് കുഴപ്പമില്ല, ഞങ്ങൾ 8:30 ആയി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ 10 മണി വരെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമല്ലോ. കാരണം നമുക്ക് വിശ്വസ്തയോടെ നമ്മളെ വിശ്വാസത്തിലുള്ള ഒരാളാണ് ഈ പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് എന്താണെന്ന് അറിയാനായിട്ട് അതുവരെ ശ്രമിക്കും. അത് മാത്രമല്ല, എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയ ദൂരമില്ല, പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ എത്താമെന്നുള്ള സ്ഥലമില്ല. അപ്പോൾ ഞാൻ പോയി കണ്ട് ഈ പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ അവിടെ ഇരിക്കുന്ന ആൾ ഈ വെൽനസ് കോച്ചെന്ന് അവർ സ്വയം പ്രഖ്യാപിതമായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇവർ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസോ ക്വാളിഫിക്കേഷൻസോ ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ആകെ ഉള്ളത് ഈ പഞ്ചായത്തിൻ്റെ ലൈസൻസും ഒരു FSSAയുടെ സർട്ടിഫിക്കറ്റും ഇവിടെ പുറത്ത് ഒരു ലാമിനേറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഹെർബ ലൈഫിൻ്റെ വലിയൊരു പരസ്യവും, ഇത് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ഒരു മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോയും ഇതൊക്കെയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ നമ്മൾ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ട്രോഫീസ് നിരത്തി വെച്ചിരിക്കും. അത് എന്തിനാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇങ്ങനെ കുറേ ട്രോഫീസൊക്കെ വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ഇതെന്തോ വലിയൊരു എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന, എന്തോ വലിയ എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും അങ്ങനെ. അപ്പോൾ പുള്ളി നമുക്ക് സാറിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പുറത്ത് ചെല്ലുമ്പോൾ തന്നെ പറയും. സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അകത്തോട്ട് കയറ്റുന്നത് പ്രത്യേക ഒരു ക്യാബിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നിരുന്ന് ഈ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ എന്നെ ക്യാൻവാസ് ചെയ്ത ആൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. പുറകെ തന്നെ പുള്ളിയുടെ ഫാമിലിയും എൻ്റെ കൂടെ വന്നിരിക്കുന്നു. അതെന്തിനാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഇതിൻ്റെ പിന്നിലൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ടെന്ന് ആദ്യം നമുക്കറിയില്ല, പെട്ടെന്ന് പിടിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ നോർമലി ഒരു ഡോക്ടറിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ കൂടെ കയറും എന്നല്ലാതെ ഈ പറഞ്ഞ പോലെ ഡോക്ടറിനെ പോയി കണ്ടോ, നല്ല ഡോക്ടറാണെന്ന് പറയുന്ന ആളൊരിക്കലും കൂടെ ചെല്ലില്ല. അപ്പം ഇത് നേരെ വിപരീതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെ എനിക്കൊരു ചെറിയ എന്തോ ഒരു നെഗറ്റീവ് ആദ്യം ഫീൽ ചെയ്തു. പക്ഷേ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എനിക്ക് ക്ലോസ്ലി അറിയാമെന്നുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആളല്ലേ എന്നും പറഞ്ഞ് പറയാമെന്ന് കൂടെ വന്നിരുന്ന് കൂടെ വന്ന് കേൾക്കാം, അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതിനുശേഷം പുള്ളി സംസാരിച്ചു തുടങ്ങി. നമുക്ക് പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ ആയിരിക്കാം, ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കാം എന്നാണ് ആദ്യം വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളി ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും, നമുക്കാർക്കും ഹാപ്പിനെസ് ഇല്ലയെന്നും, നമ്മുടെ റൊട്ടീൻസൊക്കെ ഭയങ്കര മോശമാണെന്നും, ആഹാര രീതികളൊക്കെ മോശമാണെന്നൊക്കെയാണ്
ഇവർ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് നോക്കുന്നത്. അതായത് നമ്മൾ ഡെയിലി ജോലി വീട് ജോലി ഭയങ്കര ടെൻഷൻസാണ്, ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ മറക്കും, അപ്പം നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് ഒന്നും കിട്ടാറില്ല, ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ കേൾക്കുന്ന ഒരാൾക്ക് ഒരു 50% 60% ആൾക്കാർ അത് കണക്റ്റിംഗ് ആവും. കാരണം ഇതേ റൊട്ടീനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ഒരു മെജോറിറ്റി നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പകുതി ആൾക്കാർ ഇവരുടെ ഈ ക്യാൻവാസിങ്ങിൽ വീഴും. അതിനുശേഷം മാത്രമേ ഇവർ ഈ പറയുന്ന പ്രോഡക്റ്റിലോട്ട് ഒരു മൂവ് ചെയ്യത്തുള്ളൂ. പ്രോഡക്റ്റ് എന്നും പറയത്തില്ല, ഇത് ഫുഡ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ എല്ലാവർക്കും ഒരു ക്ലബ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് വേണം എന്ത് രീതിയിൽ എൻജോയ് ചെയ്യാം. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് തരും, നിങ്ങൾ ആ ഫുഡും കഴിച്ച് നിങ്ങൾ ആരോഗ്യം കൂടെ മെച്ചപ്പെടുത്തി ഇവിടെ നിന്ന് പോവാം എന്നൊക്കെയാണ് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കുറേ നേരം പുള്ളി സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഗ്യാസ് അടിച്ച് കയറ്റുന്നതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്നുള്ളൊരു ലെവലിലോട്ട് എത്തി. കാരണം പുള്ളിയുടെ അടുത്ത് നമ്മൾ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പുള്ളി നോർമൽ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പുള്ളി പറഞ്ഞു നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ, ചായപ്പൊടി പോലത്തെ സാധനം കലക്കിക്കൊണ്ട് തരാൻ പറയും പെട്ടെന്ന് തന്നെ. ഈ ചായപ്പൊടി പോലത്തെ സാധനം ഒരു ഗ്ലാസ്സിൽ ഞാൻ വിചാരിച്ച കരിങ്ങാലി വെള്ളം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാനിത് ഇത് സാർ അഫ്രഷ് കലക്കിക്കൊണ്ട് വരൂ എന്നാണ് ആദ്യം പറയുന്നത്. അഫ്രഷ് എന്നാണ് ആ സാധനത്തിൻ്റെ പേര്. ഇതെന്താണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ വിചാരിക്കുന്നത് എന്തോ കരിങ്ങാലി വെള്ളം ആയിരിക്കും. എന്നിട്ട് സാർ അത് കുടിക്കണം, അത് ചൂടോടെ തന്നെ കുടിക്കണം, കുടിച്ചാലേ അതിൻ്റെ ഗുണം ഉണ്ടാവൂ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. എന്നിട്ട് സാർ ഇത് കുടിച്ചപ്പോൾ ഒരു എനർജിയൊക്കെ തോന്നുന്നില്ലേ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും. നമുക്കിത് മനസ്സിലാവുന്നില്ല, ഇതെന്താണ് സാധനം, വെറും വെള്ളം, വേറെ ടേസ്റ്റ് ഒന്നുമില്ല, എന്തോ ഒരു ഫ്ലേവർ, ലെമണിൻ്റെ ഫ്ലേവറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമ്മൾ ഈ കരിങ്ങാലി വെള്ളത്തിനൊരു ചുവയൊക്കെ വരത്തില്ല, അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സാർ നമുക്ക് ബോഡി വെയ്റ്റും ഹൈറ്റും ഒക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് നോക്കുന്നു, ഹൈറ്റ് നോക്കുന്നു. ഈ വെയിങ് മെഷീനിൽ തന്നെ BMI കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നു BMI കുറവാണ്. അത് ഓൾറെഡി എനിക്ക് അറിയാമെന്നുള്ള കാര്യം കൂടെയാണ്. എന്നിട്ട് പറയുന്നു, എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു കേസ് ഹിസ്റ്ററി എടുക്കത്തില്ലേ, അതുപോലെ ഇതിനകത്ത് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്, ഇതിലേതെങ്കിലും ഒരാളെ ഇവർ പറഞ്ഞു വിടും. എന്നിട്ട് ഒരു വലിയൊരു ഷീറ്റ് പോലത്തെ ഒരു സാധനത്തിൽ ഇവർ വന്നിരുന്ന് ഒരു ഡോക്ടർ ചോദിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു ഡോക്ടറിൻ്റെ അടുത്താണ് ഈ വന്നിരുന്ന് ചോദിക്കുന്നതെന്നുള്ള ബോധമൊന്നും ഇവർക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ ഇവർക്ക് എന്തെങ്കിലും അസുഖം വേണം. നമുക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവർക്കൊരു തൃപ്തി വരില്ല. എന്തെങ്കിലും അസുഖം വേണം, എന്നാൽ മാത്രമല്ലേ റിസൾട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെ അസുഖം വേണം. ഞാൻ പറഞ്ഞു വല്ലപ്പോഴും ഡസ്റ്റ് അലർജിയൊക്കെ വരാറുണ്ട്. ഉടനെ അതൊരു പേപ്പറിൽ ആ സാധനത്തിൽ തന്നെ അലർജി അങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് പറഞ്ഞു നമുക്കിത് സാറിനെ ഒന്ന് കാണിക്കണം, സാറിനെ കാണിച്ചിട്ട് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഉടനെ ഈ സാറെന്ന് പറയുന്ന ആൾ പുറത്തോട്ടിറങ്ങി വരുന്നു. ഈ കാർഡ്, കുറേ പേരുടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ലായിരുന്നു, വേറെയും പുതിയ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. കുറേ പേരുടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാർഡ് നോക്കിയിട്ട് ഓരോരുത്തരായിട്ട് എന്തൊക്കെയോ പോയി പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്തും പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞത് BMI കുറവാണ്. ഓക്കെ, അറിയാമെന്നുള്ള കാര്യം. സാറിന് വിസറൽ ഫാറ്റ് ഇല്ല. അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരാൾക്ക് വിസറൽ ഫാറ്റ് കാണില്ല, ഉണ്ടാവേണ്ട കാര്യമില്ല. ബെല്ലി ഫാറ്റ് ആണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അത് കുടവേറുള്ള ഒരാൾക്കാണ് ഉണ്ടാവേണ്ടത്. പുള്ളിക്ക് അത് കണ്ടമാനമുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇങ്ങനെ പറയാം. പെട്ടെന്ന് എനിക്ക് ചിരി വന്നു, പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇൻസിഡൻറ്റ്, ഈ കേസ് ഷീറ്റ് ഈ പറഞ്ഞ അസുഖം എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുന്ന ഇൻസിഡൻറ്റ് മുതലേ ഡൗട്ട് തോന്നി തുടങ്ങി. പക്ഷേ എന്നെ വിശ്വസിച്ച ഒരാൾ, എനിക്ക് വിശ്വാസമായിട്ടുള്ള ഒരാളല്ലേ ഇത് കൊണ്ടുപോകുന്നത്. അവരും കൺവിൻസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു, എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. ഈ കൺവിൻസ് ചെയ്ത ആളുടെ വൈഫ് പറഞ്ഞ പോലെ എനിക്ക് PCOD പോലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു, എല്ലാം ഭേദമായി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയില്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഷേക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഷേക്ക് കഴിച്ച് അസുഖം മാറേണ്ട സാധ്യതയൊന്നുമില്ല. ചിലപ്പം ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ അവരുടെ അസുഖം തനിയെ മാറിയതായിരിക്കാം, ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അത് മുതലേ സസ്പീഷ്യസ് ആണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തു, എല്ലായിടത്തും ഗൂഗിളിലടക്കം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ആദ്യം കിട്ടുന്നില്ല. ഇവരെ പോലുള്ള ഈ വെൽനസ് കോച്ചുകളെന്ന് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ആൾക്കാർ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് അപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ ഇവരുടെ ഗെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചില ക്ലബ്ബുകളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടാ ഇരിക്കുന്നത്. അവരുടെ ഗെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ വീഴും. ആ ലെവലിലാണ് ഇവരുടെ ക്യാൻവാസിങ്. അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള വെൽനസ് കോച്ചുകളെന്നുള്ള പേരിൽ കുറേ ആൾക്കാർ യൂട്യൂബിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ചിലരിടുന്നു. അവരെല്ലാം അസോസിയേറ്റ്സ് ആണെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പോലും. അപ്പോൾ ഇനിഷ്യലി എനിക്കിത് മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ ഇത് പരീക്ഷിച്ച് നോക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ബേസിക്കലി എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടിയ ആളാണ്. അപ്പം എന്തെങ്കിലും
ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് കണ്ടുപിടിക്കാനായിട്ട് ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ ശ്രമിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഈ ആദ്യത്തെ 4 ദിവസത്തേക്ക് ഇവർ പറയും ആദ്യം 4 ദിവസം കഴിക്കണമെങ്കിൽ 1000 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ സാറിന് ചെയ്യാൻ പറ്റും ഒരു 10 ദിവസം കഴിക്കാൻ പറ്റും, 10 ദിവസമാണെങ്കിൽ 2500 അടയ്ക്കണം, അല്ലെങ്കിൽ 15 ദിവസം കഴിക്കാൻ പറ്റും, 15 ദിവസമാണെങ്കിൽ ഇത്ര രൂപ അടയ്ക്കണം. അങ്ങനെ ഓരോന്നിനും കൂട്ടി പോകും. മനസ്സിലായില്ലേ? ഒരു ദിവസം ചെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ 300 രൂപ വെച്ചാവും എന്ന് പറയും ഒരു ദിവസത്തേക്ക് കൊടുക്കണമെങ്കിൽ. മറ്റേ സാറ് 10 ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2500 ആവും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരാൾ 10 ദിവസത്തേക്ക് അങ്ങ് ഓൾറെഡി പൈസ കൊടുക്കും, കാരണം അല്ലെങ്കിൽ 50 രൂപ കൂടുതൽ വെച്ച് കൊടുക്കണ്ടേ. ഇങ്ങനെയൊക്കെ ആദ്യത്തെ 4 ദിവസത്തേക്ക് എന്തായാലും തന്നേ പറ്റും. ഇങ്ങനെ ഓക്കെ, ആദ്യത്തെ 4 ദിവസത്തേക്ക് 1000 രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്ന ആദ്യത്തെ 4 ദിവസം. അങ്ങനെ ആദ്യത്തെ 4 ദിവസത്തേക്ക് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഫസ്റ്റ് 4 ഡേയ്സ് കണ്ടിന്യൂസ്ലി തന്നെ ഞാനിത് ഈ സാധനം കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 2 ദിവസം എന്തോ ഞാൻ പോയില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴേക്കും തന്നെ ഇവർ നമ്മളെ വിളിക്കും, സാർ എന്ത് പറ്റി, കാണാനില്ലല്ലോ, എന്ത് പറ്റി, വരുന്നില്ലല്ലോ. ഇവർ ഒരു ടൈം പീരീഡ് ഉണ്ട്, പെട്ടെന്ന് ആള് സ്കിപ്പ് ചെയ്യുന്നു മനസ്സിലാകുമ്പോൾ അവരെ പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാം, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇച്ചിരി തിരക്കായിപ്പോയി. ഓക്കെ, അടുത്ത 4 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും 5-6 ദിവസം ആയപ്പോഴാണ് ഞാൻ പോയെന്ന് തോന്നുന്നു. ഉടനെ പറയും നമുക്ക് സാർ വെയിറ്റ് നോക്കാൻ സമയമായി, വെയിറ്റ് നോക്കണം. അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോഴാണ് എൻ്റെ 700 മുതൽ 1 കിലോഗ്രാം വരെ കൂടി. താങ്കൾ എന്നും യൂസ് ചെയ്യുന്ന അതേ ഫുഡാണോ ഫോളോ ചെയ്തിരുന്നത്? ഞാൻ ഒരു മാറ്റവും വരുത്താറില്ല, സെയിം ഫുഡ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ടൈം പീരീഡിനുള്ളിൽ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡുകൾ കഴിക്കണം. ഞാൻ ജങ്ക് ഫുഡ് പ്രത്യേകിച്ച് ഉപയോഗിക്കാത്ത ഒരാളും കൂടെയാണ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ജങ്ക് ഫുഡ് എൻ്റെ റെഗുലർ റൊട്ടീനിലില്ല. അപ്പം ഈ പറഞ്ഞ 4 ദിവസത്തിൽ കഴിച്ചിട്ടുമില്ല. വീട്ടിലെ ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനം മാത്രമാണ് കഴിക്കുന്നത്. അത് വളരെ അളവും തൂക്കവും നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ഈ 4 ദിവസത്തിൽ ഇതെങ്ങനെ വെയിറ്റ് കൂടി എന്നുള്ളത് വീണ്ടും എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. കാരണം അങ്ങനെ വെയിറ്റ് കൂടാനുള്ള യാതൊരു സാധ്യതയില്ല. എങ്ങനെ ഇത് കൂടി, ഇത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൂടും? അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റിനകത്ത് എന്താണുള്ളത് അതെനിക്ക് അറിയണമെന്ന് കൂടുതൽ ആകാംക്ഷ. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസും കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും അടുത്ത 10 ദിവസത്തേക്ക് വീണ്ടും കാശ് കൊടുക്കണം. ഓരോ ദിവസം കൊടുക്കാൻ നിന്നാൽ വീണ്ടും 300 വെച്ച് കൊടുക്കണം. അത് എനിക്കൊരു നഷ്ടം പോലെ ഫീൽ ചെയ്തുകൊണ്ട് വീണ്ടും 10 ദിവസത്തേക്ക് കാശ് കൊടുത്തു. എന്തേലും വരട്ടെ, 10 ദിവസത്തേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒന്നട വിട്ട് ആ ഒരു മാക്സിമം ടൈം പീരീഡ് ഈ 10 ദിവസത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം. ഇവരോട് ഞാൻ ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തു, ഇതിലെന്തെങ്കിലും ഒരു ഉടായിപ്പോ മിസ്റ്റേക്സോ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഇതിനെതിരെ നിൽക്കുമെന്ന് എന്നെ ക്യാൻവാസ് ചെയ്ത ആളിൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം അങ്ങനെയൊന്നുമില്ല, അവരത് കാര്യമാക്കിയില്ല. അവരതൊരു തമാശ രൂപയാണ് അങ്ങ് എടുത്തു. ഒടുവിൽ എന്താണ് താങ്കൾ അവരുമായിട്ട് തെറ്റാൻ കാരണം? ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 20-30 ഒരു മാസത്തോളം ഞാൻ അവിടെ പോയി. 1-1.5 മാസം അടുപ്പിച്ച് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിച്ച ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 to 30 ഡേയ്സേ വരത്തുള്ളൂ. ഇതിനുള്ളിലാണ് നമുക്ക് ജേർണൽ ഓഫ് ഹെപ്പാറ്റോളജി, എക്സ്പെരിമെൻ്റൽ ഹെപ്പാറ്റോളജി എന്ന് പറഞ്ഞ് ഡോക്ടർ സിറിയാക് ഫിലിപ്പ് ആൻഡ് ടീമിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ ഒത്തിരി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു കമൻറ്റിൻ്റെ അടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എന്തായിരുന്നു ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ 2016 ഹെർബാലൈഫ് പറയുന്ന ലൈഫ് സ്റ്റൈൽ കമ്പനി തന്നെ ഒരു സ്കാം ആണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് എടുക്കാനുള്ളൊരു റീസൺ പോലും ഈ ഡോക്ടറിന്, ഇത് കൊച്ചിൻ മെഡിക്കൽ സെൻ്ററിലാണ് നമ്മുടെ സിറിയാക് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഡോക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടറിന് നിരന്തരമായിട്ട് ഹെപ്പാറ്റോടോക്സിക് ആയിട്ടുള്ള പേഷ്യൻസ് വരാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഡോക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല എല്ലാവരിലും ഉള്ള ഒരു കോമൺ ഫാക്ടർ ഈ ഹെർബാലൈഫ് പ്രോഡക്റ്റ് കഴിക്കുന്നവരിലാണ്. അതും യങ് ആയിട്ടുള്ള ആൾക്കാരിൽ, ഒരു 20 മുതൽ 30-35 ഏജിന് ഇടയ്ക്കുള്ള ആൾക്കാരിലാണ് കൂടുതലും കണ്ടുപിടിച്ചത്. അപ്പം ഡോക്ടർ ഇതിൽ ഒരാൾ ഇതുപോലെ വന്നപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയാണ്, ഒരു യങ് ലേഡിയാണ്. ഇതിലിപ്പോൾ തന്നെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ, എ യങ് ലേഡി വുമൺ ഹൂ കൺസ്യൂംഡ് ഹെർബാലൈഫ് പ്രോഡക്റ്റ് ഓവർ 2 months ഹാസ് സഫേർഡ് ഫ്രം ഹെപ്പാറ്റോടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലേഡി ഏത് ക്ലബ്ബിൽ നിന്നാണോ കഴിച്ചത് ആ ക്ലബ്ബിൽ ചെന്ന് ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്തിട്ട് ഇത് ഡോക്ടർ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമല്ല. ഇതിൽ ഒത്തിരി ഡോക്ടേഴ്സ്, ഫിലിപ്പ് അഗസ്റ്റീൻ, ശശിധരൻ രാജേഷ്, സോളമൻ കെ ജോൺ, ഗോപകുമാർ സി വലിയത്താൻ, ജോസ് മാത്യു, സമീർ ഫാൽക്കെ, കുരുവീട്ടിൽ എൽ ആൻ്റണി, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി ഡോക്ടേഴ്സ് ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് കണ്ടുപിടിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഇവർ ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് ഇവർ തന്നെ ഒരു കെമിക്കൽ ടെസ്റ്റിനായിട്ട് അയച്ചു. ആ ലാബിൻ്റെ പേരടക്കം ഈ ജേർണലിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കെമിക്കൽ ടെസ്റ്റിൽ അയച്ചു കഴിഞ്ഞ് ആ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇവരടക്കമുള്ള ആൾക്കാർ ഞെട്ടി എന്നുള്ളതാണ് സത്യം. കാരണം ഈ പ്രോഡക്റ്റ് അത്രയും വലിയ ടോക്സിക് കമ്പോണൻസ് ഉണ്ടെന്ന്
ഒരാളും ഒരിക്കലും ഈ എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഇത്രയും വലിയ ടോക്സിസിറ്റി കെമിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. അതെ, അങ്ങനെ ആയിരുന്നു. അത് ഞെട്ടിക്കുന്ന രീതിയിലാണ്. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്നത് അവരുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ബ്രീഫായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽ കണ്ടാമിനേഷൻസ് ഉണ്ട്, ടോക്സിക് കോമ്പൗണ്ട്സ് ഉണ്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഉണ്ട്, പാത്തോളജിക്കൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വരെ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് അവർക്ക് കിട്ടിയ ലാബ് റിപ്പോർട്ടിലുള്ളത്. അത് മാത്രമല്ല ഇതിനകത്ത് വിവിധ തരത്തിലുള്ള അമേരിക്കൻ ടോക്സിക് ഹെർബൽ സബ്സ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് പേര് നമുക്ക് സയൻറ്റിഫിക് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡാനിസ് ജൈജാൻഡിയ, ഇല്ലെക്സ് പാരഗാരിനിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സയന്റിഫിക് നെയിംസ്. മനുഷ്യ ശരീരത്തിന് തന്നെ ദോഷകരമായി ബാധിക്കാവുന്ന. ദോഷകരമാണെന്ന് ചോദിച്ചാൽ ഇത് പലതരത്തിലുള്ള ഹെർബൽസ് ആണ്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഓരോ ഹെർബലും ഓരോ അസുഖത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതായത് ട്യൂബർക്കുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള പല പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രഗ് ആണെന്ന് പറയാം. കാരണം ഉറക്കമില്ലായ്മയ്ക്ക് വരെ ഉപയോഗിക്കുന്ന ഹെർബൽസ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പ്രോഡക്റ്റിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ചില ആൾക്കാർ ഇത് കഴിച്ചിട്ട് പറയും എൻ്റെ മുട്ടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടുവേദന മാറി എന്ന് പറയും. ചില ആൾക്കാർക്ക് ചില അസുഖം മാറുന്നതായിട്ട് ക്ലെയിം പറയുന്നുണ്ട്. അതിൻ്റെ റീസൺസേ ഇതാണ്. ഇത് ഒരു അസുഖം ഇല്ലാത്ത ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം കൂടെ വരും. അത്രയ്ക്കും ഒരു ടോക്സിക് ആയിട്ടുള്ള കമ്പോണൻസ്. പിന്നെ ഇതിനകത്ത് മെയിൻലി മെൻഷൻ ചെയ്തിരിക്കുന്ന സൈക്കോട്രോപിക് ഏജൻസ് ഉണ്ടെന്നാണ്. അതായത് നമുക്കിത് കുടിക്കുന്തോറും വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ, പുകവലിക്കുന്നത് പോലെ മദ്യപിക്കുന്നത് പോലെയും നമുക്ക് അഡിക്ഷൻസ് ഇതിനോട് തോന്നും. അതും ഞാൻ പറഞ്ഞുതരാം. അതിനും തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളത്. ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ മെർക്കുറി, വനേഡിയം, താലിയം ഇതൊന്നും ഒരിക്കലും നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഡീടോക്സിഫൈ ചെയ്ത് പുറത്തു പോകുന്ന സാധനങ്ങളെ അല്ല. അപ്പം ഇതൊക്കെയാണ് ലിവർ ടോക്സിസിറ്റിക്ക് കാരണമാകുന്ന സാധനങ്ങൾ. അപ്പം ഇത്രയും വലിയ സ്റ്റഡി വന്നപ്പോഴത്തേക്ക് ഇവർ ഇതിനെതിരെ കോർട്ടിൽ മൂവ് ചെയ്ത ഈ ഡോക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് പോയതുമാണ്. ഇത് ജേർണൽ ഓഫ് ഇതൊരു ജേർണലിനകത്ത് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. അതായത് ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഹെപ്പാറ്റോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിനകത്ത് വന്ന കേസ് റിപ്പോർട്ടാണ്. ഇതിനെതിരെ ഈ ഹെർബാലൈഫ് എന്ന് പറയുന്ന കമ്പനി കേസിന് പോവുകയും ചെയ്തു. പക്ഷേ വിജയിച്ചത് ഹെർബാലൈഫ് കമ്പനിയാണ്. കാരണം അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പുകഴ്ത്തി വെച്ചു. ഈ റിപ്പോർട്ട് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റിപ്പോർട്ട് പബ്ലിക്കിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ജേർണലിനകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അത് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ ഇപ്പം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 1980s അമേരിക്കയിലാണ്. ഒരു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് അല്ല ഈ പറയുന്ന ഹെർബാലൈഫ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ആ പുള്ളി തന്നെ ഒരു ഏകദേശം 28 ആ ഒരു പ്രായത്തിൽ എന്താണ് കണ്ടുപിടിക്കുന്നതെന്നും ഹിസ്റ്ററി പറയുന്നുണ്ട്. പുള്ളി 40ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നതെന്നും ഹിസ്റ്ററി പറയുന്നുണ്ട്. അതും ഡ്രഗ് ഓവർഡോസ് കാരണം അല്ലെങ്കിൽ ആൽക്കഹോളിസം കാരണമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റിൻ്റെ ആൾ എങ്ങനെയാണ് 40ാം വയസ്സിൽ മരണപ്പെടുന്നത്? ഏറ്റവും വലിയ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് അന്ന് മുതലേ ഇതൊരു MLM കമ്പനി തന്നെയാണ്. ഇത് അമേരിക്ക പച്ചയായ മണി ചെയിൻ തന്നെയാണ്. മണി ചെയിൻ മാത്രമല്ല, ഇതൊരു വലിയ രീതിയിലുള്ള ആരോഗ്യ തട്ടിപ്പും കൂടെയാണ്. കാരണം ഇവർ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിലോട്ട് കൂടുതലും ആകർഷിക്കുന്നത്. അല്ലെങ്കിൽ അസുഖം മാറും ഇങ്ങനെയൊക്കെ. ഈ പറഞ്ഞ ക്ലബ്ബുകളിൽ ഞാൻ ഈ പോയ കാലഘട്ടത്തിൽ തന്നെ നിരന്തരമായിട്ട് സ്റ്റേജിൽ ആളെ കയറ്റി നിർത്തി എനിക്ക് BP ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് പിന്നെ ഡോക്ടറിനെ കാണേണ്ടിയേ വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ഞാനിത് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെഡിക്കൽ ക്ലെയിംസ് പച്ചയ്ക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉറപ്പായിട്ട് ഇത് ഉടായ്പാണെന്ന് മനസ്സിലായി. പക്ഷേ അതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഈ ഒരു ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നാണ്. കാരണം പല സ്ഥലത്തുള്ള ലൈസൻസുകളും അതിന്റെ അനുമതി പത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലിനിക്ക് ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയൂ. ഉറപ്പായിട്ടും താങ്കളുടെ സർട്ടിഫിക്കറ്റും മറ്റേ രജിസ്ട്രേഷൻ നമ്പറും ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ ആരോഗ്യ വകുപ്പ് അധികൃതർ അവരുടെ ഒരു അനാസ്ഥയല്ലേ ഇതുപോലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട്. അതെ, ഞാൻ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതായത് എൻ്റെ ശരീരത്തിൽ ഇത് കുടിച്ചിട്ട് എന്തെങ്കിലും ഈ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് എനിക്കിത് ഇപ്പം ഞാനിത് കൺസ്യൂം ചെയ്ത ആളാണല്ലോ. അപ്പോൾ എനിക്കിത് കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പെട്ടെന്ന് അറിയണം. ഞാനിത് ഈ പറഞ്ഞ പോലെ 20 days കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു 2 days 3 days കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് വിഡ്രോവൽ സിംറ്റംസ് വന്നു തുടങ്ങി. അതായത് ഭയങ്കരമായിട്ട് വീക്ക്നെസ് വരിക, ഭയങ്കരമായിട്ട് ക്ഷീണം വരിക, ക്ഷീണമാണ് വീക്ക്നെസ്, ഭയങ്കരമായിട്ട് തേഴ്സ്റ്റ്, വെള്ളം ദാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി 2-3 ലിറ്റർ കുടിക്കേണ്ട ഞാൻ 6 ലിറ്റർ 7 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ടെത്തി. കാരണം ടോക്സിക് കമ്പോണൻസിൻ്റെ ലിവറിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യണമെങ്കിൽ അത്രയും ഫ്ലൂയിഡ് ഇൻടേക്ക് ശരീരത്തിലോട്ട് ഡിമാൻഡിങ് ആണ്. അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ രാത്രി ഉറക്കമില്ലായ്മ, ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്തിൽ കുടിക്കാനുള്ള ടെൻഡൻസി, അതെനിക്ക് പക്ഷേ ഭയങ്കര കൂടുതലായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഇത് പറയുകയുണ്ടായി.
പുള്ളി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ ക്യാൻവാസ് ചെയ്ത് പുള്ളി അവിടെ വന്നു. പുള്ളി അവിടെ വന്ന് ഇത് കുടിച്ച് ഫസ്റ്റ് ഡേ തന്നെ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് കുടിച്ചിട്ട് ലൂസ് മോഷൻ വരുന്നുണ്ട്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അപ്പോഴും എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നി. പുള്ളി അത് അങ്ങനെ ലൂസ് മോഷൻ വരേണ്ട കാര്യമില്ല, ഹെൽത്തി പ്രോഡക്റ്റ് കുടിച്ച് അങ്ങനെ ലൂസ് മോഷൻ വരും. പിന്നെ ഇവർക്ക് ഫൈബേഴ്സ് കണ്ടന്റ് അടങ്ങിയ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം ഫൈബർ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ ലൂസ് മോഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കാം എന്നുള്ള ധാരണയിലോട്ട് അങ്ങനെ പോവുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും അല്ല സത്യാവസ്ഥയെന്ന് പിന്നെയാണ് മനസ്സിലായത്. ഈ റിപ്പോർട്ടുകൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതിന് ശേഷം അവനും ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് തലവേദന ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് തലവേദന വരും. തലവേദന മാത്രമല്ല, എനിക്ക് ഇത് കുടിക്കണം എന്നുള്ള ടെൻഡൻസി പുള്ളിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു, റെഗുലറായിട്ട് അതുണ്ടായിരുന്നു. പുള്ളി വെയിറ്റ് ലോസിന് വേണ്ടി പോയ ഒരാളാണ്. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്ക് ഇത് 100% ഉറപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, എനിക്കിതുപോലുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എനിക്ക് ഒരാഴ്ച കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതായത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടി, എൻ്റെ മുഖത്തൊക്കെ പിമ്പിൾസ് കൂടുതൽ വരാൻ തുടങ്ങി. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കണ്ണിൽ ഇൻഫെക്ഷൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബോഡി ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങി കൂടുതലായിട്ട്, വിഡ്രോവൽ സിംറ്റംസ് കാണിച്ച്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പോയി നമ്മളെ PHC പള്ളിച്ചൽ തന്നെയാണ് പോയത്. ഡോക്ടറിനെ കണ്ടു, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഡീറ്റെയിൽഡ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് ആദ്യം ആവശ്യപ്പെട്ടത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും എടുക്കാമെന്ന് പുള്ളി പറഞ്ഞപ്പോൾ നമുക്ക് അത് മാത്രം ആക്കണ്ട, മൊത്തത്തിൽ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ അന്ന് രാത്രി തന്നെ റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്കും അത് തന്നെ ഞെട്ടിപ്പോയി. PDF ആയിട്ടാണ് റിപ്പോർട്ട് കിട്ടിയത്. അത് കണ്ടപ്പോൾ തന്നെ ലിവർ ടോക്സിസിറ്റി അതിൽ എവിഡൻ്റ് ആയിരുന്നു. എൻ്റെ ബിലിവറബിൻ ഡയറക്റ്റും ഇൻഡയറക്റ്റും കൂടിയാണ് നിന്നത്. അത് മാത്രമല്ല, ഇവർ ഈ വെയിറ്റ് കൂട്ടാനുള്ള ആൾക്കാരിൽ ചെയ്യുന്നൊരു എന്തോ ഒരു ഹെർബൽ പ്രോഡക്റ്റ് അതിനകത്തുണ്ട്. അതിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഷൂട്ടപ്പ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടി ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കൂടും. അപ്പം ആ ഷോർട്ട് ഡ്യൂറേഷൻ, ഈ 4 ദിവസത്തിൽ നടന്ന വെയിറ്റ് കൂടിയതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കാരണം കൂടിയതാണ്, അല്ലാതെ ഞാൻ കഴിച്ച ഫുഡ് കാരണം കൂടിയതല്ല. അതായത് 14 എന്ന് പറഞ്ഞ ഒരു വലിയ ലെവലിലേക്ക് 3 ഇരട്ടി, അതായത് നോർമലി നിൽക്കുന്നതിനും ഒരു 3 ഇരട്ടി വലിപ്പത്തിലാണ് എൻ്റെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ ഉണ്ടായിരുന്നു. അത് കണ്ട് ഡോക്ടറിനെ തന്നെ അതിശയമായി. കാരണം ഇത്രയും തൈറോയ്ഡുള്ള ആൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് പെട്ടെന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇതൊരിക്കലും മെഡിസിൻ കഴിച്ചുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കഴിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്കിത് വന്നത് എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു 1 മാസം നമുക്ക് എന്തായാലും വിത്തൗട്ട് എനി മെഡിക്കേഷൻ വെയിറ്റ് ചെയ്യാം. വെറുതെ ഇപ്പം വെള്ളം കുടിക്കുന്നതാണെങ്കിൽ അങ്ങനെ നല്ലോണം ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്ത് നോർമൽ ഫുഡ് ഫോളോ ചെയ്ത് 1 മാസം വെയിറ്റ് ചെയ്തിട്ട് ഒരു വട്ടം കൂടെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം പ്രോപ്പർലി വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി രണ്ടാമത് പോയപ്പോഴത്തേക്കും ഏകദേശം 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ തനിയെ മാറി തുടങ്ങി. ഈ പറയുന്ന പിമ്പിൾ വരിക ഇതൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇതെല്ലാം മാറി, വീക്ക്നെസ് എല്ലാം തനിയെ മാറി. 1 മാസം കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ബിലിറുബിൻ നോർമലായി. അപ്പോൾ താങ്കൾ അത് മാത്രമല്ല, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ 14 എന്ന് പറഞ്ഞ ലെവലിൽ നിന്നത് 7.67 ആയി വിത്തൗട്ട് എനി മെഡിക്കേഷൻ വിത്തിൻ 1 മന്ത്, അതായത് ഹാഫായി. താങ്കൾ ഇതിനെതിരെ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ താങ്കളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, താങ്കളെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോയ ആൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അവരെന്നോട് സംസാരിക്കാതെ, അതായത് ഇവർ നിരന്തരമായിട്ട് ചെയ്യുന്നൊരു കാര്യം അതാണ്. അവരെന്നെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, ഡോക്ടർ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, ഇവരും ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, അപ്പം ഡോക്ടർ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ് ഒരാൾ ക്രിമിനലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്നെയാണോ വിശ്വാസം അതോ ആയിരിക്കുന്ന ക്രിമിനലുകളാണോ വിശ്വാസം എന്ന് ചോദിച്ചു. അതിനൊന്നും മറുപടിയില്ല. പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്, അത് ഞാനും അവരുമായിട്ട് ഭയങ്കര ഒരു റിലേഷൻ ഉണ്ട്, അപ്പം ഡോക്ടറുമായിട്ട് നല്ലൊരു റിലേഷനാണ്, അപ്പം അതെങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്യും? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ക്രിമിനലുകളുടെ റിലേഷനാണോ വേണ്ടത് അതോ സത്യസന്ധരായിട്ട് സത്യം പറയുന്ന ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പാണോ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അതിനൊന്നും മറുപടിയില്ല. അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കൂടാതെ ഇവർക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടതായിട്ട് എനിക്ക് അറിവുണ്ട്. കാരണം ഇവരുടെ കുട്ടിക്ക് ഇതുപോലൊരു സെമിനാറിന് പോയപ്പോഴത്തേക്കും അവിടെ ഒരു സീഷർ പോലത്തെ ഒരു കാര്യം വരികയുണ്ടായി. അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ താങ്കൾ ആദ്യം ഈ അവിടെ പോയപ്പോൾ ഇവരെ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് ഇതൊരു ക്ലബ്ബ് മാതൃകയിലാണ് ഇതിന്റെ പ്രവർത്തനം, നമുക്ക് വൈകുന്നേരം വന്നിരിക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. അപ്പോൾ താങ്കൾ അവിടെ പോയ സ്ഥിതിക്ക് ഇങ്ങനെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും അവിടെ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നോ? ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്ലെയിംസ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മെഡിക്കൽ ക്ലെയിം എന്ന് പറഞ്ഞൊരു കാര്യം വളരെ എവിഡൻ്റ് ആണ്.
അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹണി ട്രാപ്പിൻ്റെ സംശയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജുകളാണ് അതിനുള്ള സംശയം ഉണ്ടാകാനുള്ള കാരണം. ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ചോദിച്ചു, ഇതുപോലെ മെസ്സേജസ് വരുന്നുണ്ട്. ഈ ക്യാൻവാസ് ചെയ്ത ആളുടെ അടുത്തും ചോദിച്ചു, ഇതുപോലെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവർ കൂളായിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് മെസ്സേജ് വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ആരയക്കുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. പക്ഷേ എനിക്ക് ഇത് അയച്ചുകൊണ്ടിരുന്നത് ഒരു ലേഡി എന്നാണ്. എല്ലാ ആൾക്കാരെയും കുറേ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്യാപ്റ്റൻ്റെ അണ്ടറിൽ കുറച്ച് പേരെ കൊടുക്കുക, വേറൊരു ക്യാപ്റ്റൻ്റെ അണ്ടറിൽ കുറച്ച് പേരെ കൊടുക്കുക. ഇവരാണ് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ മെസ്സേജ് വരും. ആദ്യം എനിക്ക് 4 ദിവസത്തിനുള്ളിലൊന്നും മെസ്സേജ് വന്നിട്ടില്ല. നമ്മൾ റെഗുലറായിട്ട് അവിടെ പോയി തുടങ്ങി എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇവർ വിട്ടു പോകാതിരിക്കാനുള്ള ആ ഒരു തന്ത്രമായിട്ട് വരത്തുള്ളൂ. അത് രാവിലെ ഫുഡ് കഴിച്ചോ, രാത്രി ഫുഡ് കഴിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഞാനൊരു തംസപ്പ് അടിച്ച് അങ്ങ് വിടും. രാത്രി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അനാവശ്യമായിട്ട് ഗുഡ് നൈറ്റ് വരും. അതും ഈ ലവ് ചിഹ്നമൊക്കെ വെച്ചിട്ടുള്ള ഗുഡ് നൈറ്റ്. അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചാൽ വരുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അതിൽ കയറി ഉറപ്പായിട്ടും കൊത്തും. അതായത് ഒരു പക്ഷേ പലരും ഇപ്പോഴും ഇവിടെ കുരുങ്ങി കിടക്കുന്നത് ഇത്തരമൊരു ഉറപ്പായിട്ടും ഹണി ട്രാപ്പിൽ വീണ് പോയിട്ടുള്ളവർ ഇതിനകത്ത് കുടുങ്ങി കിടപ്പുന്നുണ്ടാവും. എൻ്റെ ഒരു കാര്യം പറയാതെ വയ്യ, എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു. അവരും ഇതുപോലെ ന്യൂട്രീഷനാണ്, അവർ ഔട്ട്ലെറ്റിൻ്റെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ പോലും ഒരു വിള്ളലുണ്ടാകുകയും അവരുടെ ദാമ്പത്യ ബന്ധം ഫാമിലി കോർട്ടിൽ വരെ എത്തുകയും ചെയ്തു. കാരണം ഇവരുടെ തലച്ചോറിനുള്ളിൽ കുത്തിവെച്ച് കൊടുക്കുന്നത്, നിങ്ങൾ എത്തിപ്പെടേണ്ടത് വലിയൊരു സ്ഥലത്താണ്, വലിയ ഉയരങ്ങളിലേക്കാണ്. അതുകൊണ്ട് നിങ്ങളെ എതിർക്കാൻ നിങ്ങളുടെ ഭർത്താവും മക്കളും പാരൻസും പലരും ഉണ്ടാവും. പക്ഷേ അവരെ ഒന്നും നിങ്ങൾ വകവയ്ക്കരുത് എന്ന് പറഞ്ഞ് ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഒടുവിൽ ആ കുടുംബത്തിൻ്റെ ബന്ധം ഫാമിലി കോർട്ടിൽ വരെ എത്തി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. അത് താങ്കൾ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം സന്ദർഭവശാൽ ഇത് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നിയൊരു സംശയം മാത്രമായിരുന്നു. പക്ഷേ അതെനിക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഈ ഫ്രണ്ട് മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ വൈഫിന് ഇതുപോലെ ക്യാൻവാസിങ്ങിന് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഒരു പുരുഷനാണ്. ഈ പുരുഷൻ രാത്രിയൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ എന്തുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് പെടുത്താനാണ് നോക്കുന്നത്. അപ്പം ഇത് ഞാൻ ഈ ഹണി ട്രാപ്പ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായില്ല. ചിലപ്പോൾ നോർമൽ ആയിരിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. ഈ ലവ് ചിഹ്നം കാണുന്നതും ഒരു പുതുമയല്ല, മനസ്സിലായില്ല. പക്ഷേ അത് കൂടുതലും ഉറപ്പിച്ചത് ഇങ്ങനെയാണ്. കാരണം പുള്ളിയുടെ വൈഫിന് അയച്ച മെസ്സേജ് പുള്ളി കണ്ടപ്പോഴാണ് പുള്ളി പോലും കൺവിൻസ് ആയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ നിരന്തരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. തന്നെ ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന നാഗർകോവിൽ സ്വദേശിയായ വ്യക്തി പ്രതിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ഞാൻ പ്രസ് മീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞ കാര്യം പോലും അതാണ്. പുള്ളിക്കെതിരെ ഒത്തിരി ക്രിമിനൽ കുറ്റങ്ങളുണ്ടെന്നും പുള്ളി ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ പോകുന്ന ഒരാളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ അണ്ടറിലുണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർ പുള്ളിക്കെതിരെ ഒത്തിരി കംപ്ലയിൻസ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് അറിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ ഒത്തിരി വിക്ടിംസ് ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ നിയമ പരിപാലന സപ്പോർട്ടും നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. നിങ്ങളുടെ ഒരു പേടിയാണ് നിങ്ങൾ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ അറിയാതിരിക്കുമോ, അല്ലെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ അറ്റാക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പോൾ ഒരിക്കലും പേടിച്ച് മാറിയിരിക്കരുത്. നിങ്ങളിത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, പഞ്ചായത്തിൽ അറിയിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ഇതിൽ ഇടപെടത്തുള്ളൂ. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വളരെ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ മറവിൽ നടക്കുന്ന ഇത്രയും വലിയൊരു മാരക തട്ടിപ്പും ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് അതിനെ പോലും പൂഴ്ത്തി വെച്ചുകൊണ്ട് ആണ് ഈ ഒരു തട്ടിപ്പ് സംഘം ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതെ, അത് മാത്രമല്ല ഇവർ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എത്തിപ്പെടാനുള്ള സ്ഥലങ്ങൾ വേറെ ഒന്നുമില്ല. ഇപ്പം ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ ഒളിമ്പിക്സിന്റെ മെയിൻ സ്പോൺസർ ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല ഇത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുന്നു എന്നൊരു വാർത്തയൊക്കെ. അതെ. നിലവിൽ ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ്. ലേക്കോൾ ചെമ്പക അറിയാലോ? ലേക്കോൾ ചെമ്പകയിൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് ഉള്ള അവരുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ വെൽനസ് കോച്ച് എന്ന് പറയുന്ന ഒരാൾ അവിടെ ചെന്ന് ലൈഫ് സ്റ്റൈൽ ക്ലാസ് എന്ന് പറഞ്ഞ് പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നു. ഈ ക്ലാസ്സിലൂടെ ഇവരുടെ ട്രാപ്പിലോട്ട് കുഞ്ഞിലേ തന്നെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതായത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് കുഞ്ഞിലേ തന്നെ ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകുന്നു അതേ മാതൃക ഇവർ ട്രൈ ചെയ്ത് തുടങ്ങി. ഒരു പക്ഷേ ആ സ്കൂൾ
സ്കൂൾ മാനേജ്മെന്റിന് ഇതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും. കാരണം ഇതുപോലൊരു കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു ആൾ വരുമ്പോൾ, ട്രെയിനർ വരുമ്പോൾ അവരത് അനുവദിച്ചതായിരിക്കാം. പക്ഷേ അവരൊക്കെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവർ മാറ്റി ചിന്തിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ല. അത് അത്യാവശ്യമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. അത് മാത്രമല്ല, ഇനി ഒരു സ്കൂളും കേന്ദ്രീകരിച്ച് ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് വിദ്യാഭ്യാസ വകുപ്പിന് കൂടെ അവരുടെ അണ്ടറിൽ കൂടെ വരുന്നൊരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്കോണമി, ഫൈനാൻസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇത് ഒരു ചെറിയൊരു തട്ടിപ്പല്ല. എല്ലാ മേഖലകളിലും പടർന്ന് പന്തളിച്ച് കിടക്കുന്ന ഒരു വലിയൊരു മാരകമായിട്ടുള്ള തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവര് മെഡിക്കൽ സിസ്റ്റം മൊത്തം എന്തോ തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടെ വളരെ ഭീകരമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അസുഖം വരാനുള്ള മെയിൻ റീസൺ മെഡിക്കൽ സിസ്റ്റം ഉള്ളത് കൊണ്ടാണെന്നും ഹോസ്പിറ്റൽസ് ഉള്ളത് കൊണ്ടാണെന്നും വരെ ഇവർ വരുത്തി തീർക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടേഴ്സ്, ഇപ്പം എൻ്റെ അടുത്ത് പോലും ഇവർ നമ്മളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കൊടുക്കുന്ന ബ്രാൻഡ് നെയിം നോക്കിയാണ് ഞങ്ങൾ എഴുതുന്നത് എന്നാണൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു ഡോക്ടർ എങ്ങനെയാണ് പഠിച്ച് പാസ്സാവുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഇവർക്കില്ല. ഫാർമക്കോളജി എന്ന് പറഞ്ഞ വലിയൊരു സബ്ജക്റ്റ് പഠിച്ച് എല്ലാ മെഡിക്കൽ ഡ്രഗുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എഫക്ട്സും സൈഡ് എഫക്ട്സും പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത്. മാത്രമല്ല, ഒരു ക്ലിനിക്കൽ ഡ്രഗ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 കൊല്ലം മുതൽ 10 കൊല്ലം വരെ എടുക്കുന്നുണ്ട്. ഇത്രയും ക്ലിനിക്കൽ ട്രയൽസും ഹ്യൂമൻ ട്രയൽസും നടത്തി അതിൻ്റെ സൈഡ് എഫക്ട്സ് അടക്കം മനസ്സിലാക്കിയിട്ടാണ് അത് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ മെഡിക്കൽ സിസ്റ്റത്തിനെ പുച്ഛിക്കുന്നതും ഡോക്ടേഴ്സിനെ പുച്ഛിക്കുന്നതും. ഇവർ മെയിൻലി പറയുന്നത്, ഞാനൊരു MBBS ഡോക്ടറാണെന്നുള്ള ധാരണയിലാണ് പല വീഡിയോസിൻ്റെ അടിയിലും കമൻ്റ് ഇടുന്നത്. പറയുന്നത് എൻ്റെ ജോലി പൂട്ടിപ്പോവും, എനിക്ക് ജോലിയില്ലാതെ വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്നാൽ നേരെ പറഞ്ഞ് ഞാനൊരു ഡെൻ്റൽ സർജനാണ്. അതായത് പല്ലിന് അല്ലെങ്കിൽ പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഇവർക്ക് പ്രോഡക്റ്റ് ഇല്ല. അപ്പം ഞാനതിനെക്കുറിച്ച് ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ട, പറയേണ്ട കാര്യം പോലും ഇല്ല. ശരിക്കും IMA ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഒരാൾ ജീവിച്ചിരിക്കുന്ന ആവറേജ് ഏജ് എപ്പോഴും കൂടിയാണ് വരുന്നത്. മെഡിക്കൽ ശാസ്ത്രം വളരുന്നതിന് മുന്നേ വളരെ താഴെയായിരുന്നു. അതായത് ഏകദേശം ഒരു 40 ആയിരുന്നു ഒരു ആവറേജ് ഏജ് എങ്കിൽ 1980 ഇന്നതൊരു 70 എത്തിയിട്ടുണ്ട്. അതൊരു മെഡിക്കൽ സയൻസിൻ്റെ വലിയൊരു വളർച്ചയുടെ കാരണമാണ്. അല്ലാതെ ഇതുപോലുള്ള ഹെർബാലൈഫ് പോലുള്ള പ്രോഡക്റ്റുകൾ വന്ന് ആരുടെയും ജീവിതശൈലി മാറ്റിയിട്ടല്ല ഇതൊന്നും ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമുക്ക് ലൈഫ് സേവിങ് ഡ്രഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ആസ്പിരിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് സേവിങ് ഡ്രഗ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും റിക്കവറി ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം പേരുണ്ടെന്ന്. ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു മൈനർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ആസ്പിരിൻ സ്ഥിരം കഴിക്കുന്ന ഒരാൾ കൂടെയാണ് എൻ്റെ അച്ഛൻ. കാരണം ആ ഒരു ഡ്രഗ് ഉള്ളത് കൊണ്ടാണ്, ബ്ലഡ് തിന്നർ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്ക് ഇപ്പോഴും ജീവനോടെ തന്നെ നിലനിൽക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നിരവധി ആൾക്കാർ ജീവനോടെ നിലനിൽക്കുന്നതും ഇതുപോലുള്ള വളരെ ലൈഫ് സേവിങ് ഡ്രഗുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യം നന്നാവാനൊന്നും പോകുന്നില്ല. നിങ്ങൾ പ്രോപ്പർ എക്സർസൈസ്, നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കി അതൊരു നല്ല ന്യൂട്രീഷനിസ്റ്റിനെയോ ഡയറ്റീഷ്യനിസ്റ്റിനെയോ ഒക്കെ കണ്ട് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ നിങ്ങളുടെ ഡയറ്റ് ചാർട്ട് എടുത്ത് പ്രോപ്പറായിട്ട് എക്സർസൈസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരില്ല. എല്ലാ ഡോക്ടേഴ്സിൻ്റെ ആഗ്രഹവും അതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ കൺസൾട്ടേഷന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആരോഗ്യത്തോടെ വിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് ചെയ്തു തരണമെന്ന് പറയത്തില്ല. ഇപ്പോൾ ഒരു ഡെൻ്റൽ സർജനായിട്ടുള്ള ഞാൻ പറയുന്നത് 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറും. പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്യണം. വളരെ ചെറിയ സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ്സുകൾ നമുക്ക് ചെയ്തു പോകാന്നുള്ളതേ ഉള്ളൂ. അത് വെയിറ്റ് ചെയ്തിരുന്ന് പെയിനിലോട്ടൊക്കെ പോകുമ്പോഴാണ് റൂട്ട് കനാൽ പോലുള്ള വലിയ ട്രീറ്റ്മെൻറ്റ്, എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സിലോട്ടും പിന്നെ പല്ല് നഷ്ടപ്പെടുമ്പോൾ ഇംപ്ലാൻസ് എന്ന് പറഞ്ഞ വലിയ ട്രീറ്റ്മെൻറ്റ്സിലോട്ടും പോകുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഇവർ വളച്ചൊടുക്കുകയാണ്. മെഡിക്കൽ സിസ്റ്റം ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ആരോഗ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് എല്ലാ ഡോക്ടേഴ്സിനും നിങ്ങൾക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്ലഡ്ജ് ഉണ്ട്. ഞങ്ങൾ കോൺവക്കേഷൻ സമയത്ത് ഒരു പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എന്നെപ്പോലുള്ള ഡോക്ടേഴ്സ്, സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അത് പാലിച്ച് തന്നെയാണ് പോകുന്നത്. വളരെ ഭീകരമായ കബളിപ്പിക്കലാണ് ഈ ഹെർബാ ലൈഫ് വെൽനസ് സെൻ്ററുകൾ നടത്തുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രബുദ്ധരാണ് മലയാളികൾ എന്നാണ് അവർ സ്വയം പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പറയുന്നത് പ്രബുദ്ധരാണെന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കലിന് ഇരയാകുന്നതും മലയാളികളാണ്. ആട്, തേക്ക്, മാഞ്ചിയം,
റൈസ് പുള്ളർ, ഇരുത്തലമൂല്, അതുപോലെ പല കാര്യങ്ങളും കബളിപ്പിക്കപ്പെടുന്നത് മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ പോലും ഉത്തർപ്രദേശിലെയും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ഉള്ള ചില വ്യക്തികൾ വെർച്വൽ അറസ്റ്റിലൂടെയും മറ്റും കബളിപ്പിച്ച് കോടികൾ തട്ടുന്നത് എന്നുള്ളതാണ്. മലയാളികൾ ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഉയർന്നു വരുന്ന ഇത്തരം വ്യാജ വെൽനസ് സെൻ്ററുകളെ അതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അതിനെ അടച്ചു പൂട്ടിക്കേണ്ടത്, ഇത് ഇപ്പോൾ ഡോക്ടർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു, ഇതിനെ അടച്ചു പൂട്ടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം.